ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇരിക്കുന്നത് സ്ക്വാഡ് SMB ആയിട്ടാണ്. സ്ക്വാഡ് SMB എപ്പിസോഡ് 2 ആയിട്ടാണ് ഗായ്സ്. നമ്മൾ ഇതുവരെ ഒരു ചെറിയൊരു ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്കെൽട്ടർ ഫാമാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്കെൽട്ടർ ഫാം. അത്യാവശ്യം നല്ല ലൂട്ടൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേ സ്പോണർ വെച്ചിട്ട് സംഭവമാണ്. മൈനർ മിനറലും ഞാനും കൂടിയും ഉണ്ടാക്കിയതാണ്. ആൻഡ് ഓക്കെ, എൻ്റെ ഡയമണ്ടിൻ്റെ സ്ഫോടകം ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് ചെക്കൻ വന്നിട്ടുണ്ട്, ചെക്കൻ ജോയിൻ ആയിട്ടുണ്ട്. ഓക്കെ, ഒരു സോഡും കിട്ടിയിട്ട് പിന്നെ ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്തിട്ട് പിന്നെ വാട്ടർ എലിവേറ്ററൊക്കെ സെറ്റ് ചെയ്യുക. അതൊക്കെ ഞാനാണ് സെറ്റ് ചെയ്തത്. സ്പോണർ ഫാം ബിൽഡ് ചെയ്തവനാണ്, എലിവേറ്റർ സെറ്റ് ചെയ്തതൊക്കെ ഞാനാണ്. ഓക്കെ, നൈസായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാണ്. ഓക്കെ, കണ്ടുപിടിച്ച് വന്നു. ഇവിടെ ഞാൻ വെറുതെ തട്ടിപ്പട്ടി ഇവിടെ ബിൽഡ് ചെയ്തതാണ് പെട്ടെന്ന് നമ്മളെത്താൻ വേണ്ടിയിട്ട്. ആൻഡ് നമുക്ക് ഈ മരം കുറിച്ചാൽ എന്നാൽ പിന്നെ ഈ കാടൻ പോകും. കുറച്ച് ദൂരമാണ് നമ്മളെ പുരേൻ്റെ അടുത്തുനിന്ന്. പുരയല്ല, നമ്മൾ പുര ഉണ്ടാക്കിയില്ല. ഈ വീഡിയോയിൽ നമുക്ക് പുര ഉണ്ടാക്കണം. ജസ്റ്റ് നമ്മൾ ബേസിൻ്റെ അടുത്ത്, ഓക്കെ, വില്ലേജിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ നൈസായിട്ട് ഫാമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. എൻ്റെ നമുക്ക് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഒക്കെ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ബിൽഡൊക്കെ കൊണ്ടുവരണം. അതിൻ്റെ കുറച്ച് ദൂരമൊക്കെ ഇവിടെ ചാടി ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ഈ റോഡിൽ നിന്ന് പോവാണ്. പിന്നെ കിളപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എലിവേറ്റർ സെറ്റ് ചെയ്തത്. കുറച്ച് പണി ഉണ്ടായിരുന്നു. പിന്നെ ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് സ്പൂണൊന്ന്. ഓക്കെ, അതിൻ്റെ ചെറിയൊരു കാര്യം ഇവിടെ ഉണ്ട്. നമ്മൾ നെതർ പോർട്ടൽ കണ്ടുപിടിച്ചിട്ട് അവിടെ നെതർ പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയൺ ഓണായിട്ട് അയൺ ഉണ്ടോ എന്ന് ചോദിക്കട്ടെ. ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിനോട്. അതിന് വെച്ചാൽ അയൺ വില്ല് ഉണ്ടാക്കിയിട്ട് ഈ എൻജോയ്മെൻറ്റ് പിന്നെ 2 ഡയമണ്ട് കൂടിയും കിട്ടിയിട്ടുണ്ട്. അത് അവന് കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഓന് കിട്ടിയാലോ ഉമ്മൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് സംഭവം എന്ന് വെച്ചാൽ ഓന് ഫാമൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ തൊട്ടപ്പുറം ഉണ്ടായിരുന്നു പല ഡയമണ്ടും കണ്ടില്ല. ഇല്ല, ഒരു വണ്ടി എടുത്താണ്. ഓക്കെ, നമുക്കൊന്ന് നൈസായിട്ടൊന്ന് പോവാം. ഞാനവിടെ എലിവേറ്റർ ഉണ്ടാക്കുന്നില്ല, കണ്ട അതാ പോർട്ടലൊക്കെ അവിടെ സെറ്റാണ്. അതാ അവിടെ ഉണ്ട് പോർട്ടൽ. ആൻഡ് ചെങ്ങായി അടുത്തുണ്ട് ഗൈസ്. ഓക്കെ, ചെങ്ങായിൻ്റെ അടുത്തേക്ക് നടന്നു പോകും ഗൈസ്. ഓക്കെ, അതാ ചെങ്ങായി ഇവിടെ ഉണ്ട്. എന്താക്കുക, ഡയമണ്ട് കൊടുക്കട്ടെ. അതാ ഡയമണ്ട് തടുത്തോളൂ. ഓക്കെ, ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണക്കാരെ അവനാണ്. അവന് വേണ്ടേ എന്തറിയ. ഇൻവെൻട്രി റെഡിയാക്കി ചെസ്റ്റിലൊന്നുള്ളത്. എന്നാൽ വാട്ടർ ബക്കറ്റൊക്കെ എടുത്ത് വെച്ച് കുറേ സംഭവങ്ങൾ എന്തൊക്കെയോ അടുത്ത് പുറകെ കൊണ്ടുവന്ന് ചെയ്യാനായി. കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ആവശ്യമുണ്ട് നമുക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് മറ്റേ നെതർ പോർട്ടലൊന്ന് ഇതൊന്ന് സെറ്റ് ചെയ്യണം. മറ്റേ ഒന്ന് ഡിസൈൻ ചെയ്യണം. എൻ്റെ കുറച്ച് സ്ലൂസിൻ്റെ ഇതൊക്കെ ഉണ്ട് ഗൈസൊക്കെ. ഒരു അയൺ ഇട്ടിരുന്നു, പിന്നെ 2 അയൺ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഓക്കെ, ഇതൊന്ന് സ്മെൽട്ട് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ ഈ സീരീസ് തുടർന്ന് കൊണ്ടേയിരിക്കുമ്പോൾ എൻ്റെ ചെയ്യാൻ ഒരു ഫൺ സീരീസ് പോലെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ബുക്ക് ഓഫ് എൻജോയ്മെൻറ്റ് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ബുക്ക് ഓഫ് എൻജോയ്മെൻറ്റ് ഉണ്ടാക്കിക്കോ. ഓക്കെ, ആൻഡ് നമുക്ക് ഉണ്ടാക്കിയ വരട്ടെ. ഓക്കെ, ചങ്ങായി അതാ ഓടിപ്പോയിട്ടുണ്ട് അങ്ങോട്ട്. എന്തിനാണ് ഓനോട് പോയി അതാ ഉണ്ടാക്കാൻ പോയിരിക്കും ഗൈസ്. ഞാൻ നമ്പിയതാ കൊള്ളു നോക്കട്ടെ. ഒരു ഫ്രണ്ട്ലി സെർവറാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ മറ്റേ വെറുതെ ഒരു ഫണ്ണിന് കളിക്കുന്നതാണ്. നമ്മളിവിടെ ബില്ലൊക്കെ കൊണ്ടുവരും, പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യും. അധികം റിസോഴ്സൊന്നും അധികം കാര്യങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ മറ്റേ നമ്മൾ നെതർ പോയിട്ട് ഒരു സോൾ സാൻഡ് വാലിയിലാണ് സ്പോണായത്. അതിന് നമുക്ക് ഒരു വീട്
ബിൽഡ് ചെയ്തിട്ട് വീട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അധികം കിട്ടില്ല ബിൽഡൊന്നും അല്ലെങ്കിൽ കിട്ടും. മറ്റേ സുഖമുണ്ട്. പിന്നെ ഇവിടെ നെതർ പോർട്ടലിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട്. പിന്നെ ഇവിടെ ഒരു ബുക്ക് ഓഫ് എൻജോയ്മെൻറ്റ് വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതാണ് നമ്മളെ വീട്. ഒരു അധികം രസമില്ല, അല്ല അധികം രസമില്ല. ഓക്കെ അത്യാവശ്യം രസമൊക്കെ ഉണ്ട്. 2 ബെഡുണ്ട്. ഓക്കെ ഇതൊക്കെ ഇവിടെ കുറച്ച് ലൂട്ടൊക്കെ ഉണ്ട്. വാല്യുബിൾ ആയിട്ടുള്ള ഫാർമേഴ്സ്. ജസ്റ്റ് ഇതാണ് നമ്മൾ ഇന്നത്തെ. ഓക്കെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് മറ്റും പോയി. ആൻഡ് നമ്മൾ വന്നിട്ട് ഓക്കെ ഇതാണ് നമ്മൾ പുതിയ ബേസ് പറയുന്നത്, അത് പുതിയ ഹൗസ്. അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിലുള്ള ബേസ്. ഓക്കെ